നിലവിളിക്കാതെ കൊച്ചു പിള്ളേരുടെ പോലെയാണല്ലോ അവന്റെ ഒരു കരച്ചില്. അയ്യോ അയ്യോ എന്താ എന്ത് പറ്റി? എന്നെ കുത്തി വെച്ചു. ഇടിച്ചോണ്ടെന്നാ മതിയോ? ചേച്ചിക്കൊന്നെ മരുന്നും കൊടുക്കണ്ടേ? ബോധം വീണോ? ആ ഞാൻ നോക്കാൻ പോയില്ല. അതിനെന്താ നമുക്ക് വിളിച്ചോണത്താ അല്ലേ? കുത്തി വെച്ചപ്പോ ഉള്ള ചൂട് കൂടെ പോയിന്നാ തോന്നി. ഐസ് പോലെ ഇരിക്കണു. ഒന്ന് തൊട്ട് നോക്കിയേ. പോടാ പോടാ, പോയി വല്ല മരുന്നെങ്ങനെ കൊടുക്കാൻ നോക്ക്. ചേച്ചി 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 ആ മരുന്ന് കുടിക്ക. ഈ മരുന്ന് കുടിച്ചാലുണ്ടല്ലോ പനിയൊക്കെ മാറും. നിനക്ക് പനിയൊക്കെ മാറും. ഞാനില്ലേ പറയുന്നേ. നോക്ക് ചേച്ചി 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 മരുന്ന് കുടിച്ചപ്പ നല്ല മധുരമുള്ള മരുന്നല്ലേ? അതാ ചേർച്ച. വെള്ളം വെള്ളം വെള്ളം. ചേച്ചി കിടക്കാം. ചേച്ചി കിടന്ന് പനിയൊക്കെ മാറി. പതുക്കെ എടാ നീ ഒന്ന് ബെഡ്ഷീറ്റ് വെച്ചേ. ചേച്ചി ഒന്ന് പതുക്കെ എണീക്ക്. പതുക്കെ എനിക്ക് ഇനി മെല്ലെ ചേച്ചി കിടക്കെ പോയി. എടാ പുതപ്പിങ് എടുത്തേ. ഒന്ന് വേഗം ചേച്ചി ഇതേ ഇനി ചേച്ചി കിടന്ന് പനിയൊക്കെ മാറും. ജോർജ് കുട്ടി ഏതായാലും രക്ഷപ്പെടും. ഇനിയിപ്പൊ എന്തോന്ന് പ്രതികാരം? ഈ വയ്യാവയിലൊന്ന് തലേന്ന് ഒഴിഞ്ഞാ മതി. അസുഖം മാറിയാലേ അങ്ങ് പറഞ്ഞു വിട്ടാലോ? ജോർജ് കുട്ടി രക്ഷപ്പെടുമെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? പുറത്ത് വിട്ടാ അവള് പോയി പോലീസിൽ പറഞ്ഞാലോ? വിടുന്നതിന് മുമ്പ് നമുക്ക് ആരോടും പറയാമെന്ന് പറയാൻ. ഒരു തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാൻ. നമുക്ക് കരഞ്ഞ് കാല് പിടിക്കാം. കരയുന്ന കാര്യം ഞാൻ ഏറ്റു. ആരും ഇപ്പൊ കരയാനും കാല് പിടിക്കാനൊന്നും പോണ്ട. എന്ത് വേണമെന്ന് ഞാൻ പറയാം. 2 ദിവസം കഴിയട്ടെ. പറഞ്ഞ പിടിക്കുന്നോ? ശരി, ഒരുമാതിരി വർത്താൻ പറഞ്ഞിട്ടല്ലോ. വലിച്ചെടുത്തോളം മതി. ഒക്കെ നിർത്തി. മതിയായി. അയ്യോ എന്റെ അമ്മോ, കാലമാണ് ഡോക്ടർ. അയാൾക്ക് കുത്തിനേക്കാൻ കണ്ടൊരു സ്ഥലം. നീ പോടാ അവിടുന്ന്. എനിക്കല്ലേ എന്റെ വേദന അറിയാം. അതിന്റെ വേദന പോണേ മതി. പതുക്കെ ചെയ്യടാ. ഓ എന്റെ അമ്മോ, ഒന്ന് പതുക്കെ ചെയ്യടാ. ഓഹോ എന്റെ അമ്മോ. പതുക്കെ ചെയ്യടാ. ചേച്ചി ചൂട് പിടിക്കായിരുന്നു. ഇന്നലെ ചേച്ചിക്ക് അവരെ എന്നെയാ കുത്തിവെച്ചത്. അസല് വേദന. പനി പോയോ? പനി പോയല്ലോ. എടാ പനി പോയി. ഒട്ടും ചൂടില്ല. ചേച്ചി ചായ കുടിക്കാം. ചായ എടുത്തോക്കണം. ചേച്ചി വരൂ. ഒരു ചായ കുടിച്ചാലുണ്ടല്ലോ. കുടിക്കൂ. ചേച്ചി ചായ കുടിച്ചേ. ചേച്ചി ചായ കുടിച്ചു. താമട്ടാ താമട്ടാ. ചേച്ചി ചായ കുടിച്ചു. ചായ കുടിച്ചു. പനി എല്ലാം പോയി. ആഹാ, അത്രയുള്ള കാര്യം. ഞാൻ മേടിച്ചവ ചാടിപ്പോയെന്ന്. എന്നിട്ട് പാർട്ടി ഇവിടെ അപ്പുറത്തുണ്ട്. പിന്നെ വലിയ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട. നോക്കിക്കോണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ല. പോയി റൂമിലേക്ക്.
പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. അയ്യോ, എന്റെ അച്ഛനും അമ്മയും. ഇവിടെ ആരുമില്ലേ? മോനെ ഇങ്ങോട്ടൊന്ന് അമ്മേ, അമ്മേ, എന്റെ പൊന്നു മോനെ, നീ ഏതാണ്ട് വിഷം തിന്നെന്നോ വീടി വലിച്ചെന്നോ ചത്തുപോയെന്നോ ഒക്കെ പത്രക്കടലാസി കണ്ടല്ലോടാ. നിന്നെ പോലീസുകാരന്മാർ ഒത്തിരി തല്ലിയോടാ. പത്രത്തിലോ? അമ്മ എന്തായി പറയുന്നത്? പത്രത്തിൽ നിന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ. വീഡിയോ പരിശോധിക്കുന്നത് ആദ്യം കഞ്ചാവ് വീടി കോളേജിൽ എന്റെ അടി നടന്നെന്നാ, പോലീസ് വന്നെന്നാ, കുത്തിയെന്നാ, ചാത്തെന്നൊക്കെ എന്റെ ആദ്യം മൂതി എടുത്തു പോയി. മോനെ പനോര എടുത്തപ്പോ മോലാളിന്റെ പരമില്ലൂരേക്കറി ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഗേറ്റ് പൊട്ടിരിക്കുന്നു. ഇവിടെ നോക്കി എടുത്താ 15 അടി ഞങ്ങളിവിടെ വന്നത്. മോനെ വല്ല കാര്യമുണ്ടോ? അച്ഛൻ പത്രം വായിച്ചാണോ? അതെങ്ങനെയാടാ? അച്ഛൻ എടുത്ത വായന അറിയാവോ? എന്നെ കോഴിക്കല് മേലാലെ വായിച്ച് കേൾപ്പിച്ചേ. ആ, അത് പറ. മേല അച്ഛനെ പറഞ്ഞ് പറ്റിച്ചതാ. ഫോട്ടോ വന്നെന്നുള്ളത് നേരെ. അതേ, ഞങ്ങള് കോളേജിൽ ഒരു നാടകം കളിച്ചു. അതിന്റെ ഫോട്ടോയാ. നാടകത്തിൽ ഞാനൊരു വീഡിയോ വലിക്കാരനായിട്ടാ. ആ, അത് പറ. അല്ലെങ്കിൽ മേലാൽ എന്നോട് ചുരുക്കമുണ്ട്. നിന്നെ കോളേജിൽ വിട്ടൊന്നും വായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇനി വന്നേ, പറയട്ടെ. ചമ്പ്ര അവിടെ ഇല്ലേ? വണ്ടി കിടപ്പുണ്ടല്ലോ. മുറിയിലുണ്ട്, പഠിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എന്നെ കണ്ടല്ലോ, സമാധാനമായില്ലേ? എന്നാപ്പോ എനിക്കും പഠിക്കാനുണ്ട്. മോനെ, കൊട്ടയും പരമ്പം നെയ്ത് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടു നിന്നെ ഇവിടം വരെ എത്തിച്ചത്. നിന്റെ കണ്ണും തെളിഞ്ഞിട്ട് വേണം. ഇളയത്തങ്ങൾ 4 എട്ടവാ. കൊട്ടയം മോനെ. പോട്ടേടാ, പോട്ടെ മോനെ. ആ ചാക്കോച്ചിന് ഒന്നും തരുന്ന ലക്ഷണമില്ല. പിടിച്ചു മേടിക്കാന്ന് വെച്ചാല് ആ മുതുകാലൻ DYSP. നഷ്ടപരിഹാരത്തിന്റെ കാര്യം പോട്ടെ, ഞങ്ങളുടെ സസ്പെൻഷന്റെ കാര്യം ഇങ്ങനെ വല്ല നടക്കും? നടക്കുമെന്ന് വെച്ചാൽ നടക്കണം. അതാ പ്രധാന കാര്യം. നീ ഇതുവരെ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിലേ നമ്മൾ ചിലപ്പോ തെറ്റും. ചൂടാകാളിയ, നമുക്ക് സമാധാനം ഉണ്ടാക്കാന്ന്. അപ്പൊ ഞങ്ങൾ പോന്നു. അങ്ങനെ പോയാല് ഇരിക്കുന്നില്ലേ? ഓ ഇല്ല, എനിക്ക് മറ്റവന്മാർ രണ്ടും കൂടെ നാളെ ഇരിക്കണം. നാളെ വരാം. അളിയ, വട്ടത്തിൽ എന്തെങ്കിലും തന്നിട്ട് പോകും. ഇവിടെ പിരിവ് കുറവാ. ഇതേ ഉള്ളു. ആ, പോ. വിദ്യാർത്ഥി ഐക്യം. ഇവിടുന്ന് പോയാ ചേച്ചി ഞങ്ങളെ പോലീസിന് കാട്ടിക്കൊടുക്കൂ? ഇല്ല ഇല്ലേ? സത്യമായിട്ടും ഇല്ലേ? ഇല്ല. അത് വെറുതെ. ചേച്ചി പോകും, ഞങ്ങളകത്തും കിടക്കും. എന്താ പോലീസ് പറയാത്തെ? അത് പറഞ്ഞേ. ഞങ്ങൾ ചേച്ചി അടുക്കി ഇടിക്കുകയൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ടല്ലേ പനി വന്നത്? അല്ല, പനി അല്ലെങ്കിലും വന്നേനെ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ അടുക്കി ഇടിക്കുകയൊക്കെ ചെയ്തത്? അത് പിന്നെ ചേച്ചി ഞങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ എഴുതിയില്ലേ? ഞങ്ങൾ സസ്പെൻഡും ചെയ്തു. ദാമേട്ടൻ പറഞ്ഞിട്ടാ. ഞാൻ അടിച്ചില്ല കേട്ടോ, ഇവനൊരു അടി അടിച്ചു. ഇല്ലടാ? ഇല്ല. നീ അടിച്ചു? ഇല്ലെന്ന്. അപ്പൊ നീ അടിച്ചു എന്ന് പറഞ്ഞതോ? പോടാ അവിടുന്ന്. വഴക്കു വേണ്ട, 2 പേരും അടിച്ചു. കൊണ്ടത് ഞാനല്ലേ. നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കോ? എനിക്കൊരു ചേച്ചി ഉണ്ടല്ലോ, പക്ഷേ ചേച്ചി എന്നെ തല്ലും. ചേച്ചി എവിടെയാ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ടൈപ്പിസ്റ്റാ. ഇന്ന് 28-ാം തീയതിയിലേ ആയുള്ളൂ. ശമ്പളം കിട്ടിക്കാണില്ല, അതാ വരാത്തത്. അല്ലേ പത്രം വായിച്ചോണ്ട് ഓടി വന്നേനെ. വരും. വീട് മാറിപ്പോയായിരിക്കും. പോടോ വീട്ടുകാരെ. എന്റെ കൊച്ചു ഇവിടെ ഉണ്ടോ അതോ ചത്തോ? ആരും കാണുന്നില്ലല്ലോ.